Dear students, we are going to the next part of reproductive health. So we start with a new term, medical termination of pregnancy or MTP. What is medical termination of pregnancy? Intentional or voluntary termination of pregnancy before full term is called MTP or induced abortion. അപ്പോൾ എം ടി പിയുടെ വേറൊരു ടേമാണ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. അത് നമ്മുടെ അറിവോടെ ചെയ്യുന്ന ഒരു ടെർമിനേഷനാണ്. പ്രഗ്നൻസി കളയുക, അതായത് അബോർഷൻ ചെയ്യുക, അറിവോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ദാറ്റ് ഈസ് കോൾഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. 45 to 50 million MTPs are performed in a year all over the world. That is 1/5 of the total number of conceived pregnancies. അപ്പോൾ കൺസീവ് ചെയ്ത അഞ്ചിൽ ഒരു പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിൽ, വേൾഡിൽ കംപ്ലീറ്റ് എണ്ണം എടുത്താൽ. MTP helps to decrease the population. പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള ഒരു വഴിയാണ്, പക്ഷേ അങ്ങനെ ഒരു വഴിയായിട്ടല്ല ആക്ച്വലി അത് യൂസ് ചെയ്യേണ്ടത്. Many countries have not legalized MTP due to emotional, ethical, religious and social issues. പല രാജ്യങ്ങളും MTP ലീഗലൈസ് ചെയ്തിട്ടില്ല, കാരണം പല ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ തുടർന്ന് റിലീജിയസ് ഇഷ്യൂസ് ഉണ്ട്, ചില റിലീജിയൻ അബോർഷനെതിരാണ്, പിന്നെ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾ, എത്തിക്കൽ ഇഷ്യൂസ്, ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് പല രാജ്യങ്ങളും ലീഗലൈസ് ചെയ്തിട്ടില്ല. ബട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലീഗലൈസ്ഡ് MTP in 1971 with some strict conditions to check illegal female feticides. അപ്പോൾ ഇല്ലീഗൽ ഫീമെയിൽ ഫിറ്റിസൈഡ് പണ്ടൊക്കെ പ്രിവേലൻ്റ് ആയിരുന്നൊരു കാര്യമാണ്. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനുള്ളൊരു പ്രവണത. അപ്പോൾ അതുകൊണ്ട് തന്നെ 1971 ഇന്ത്യൻ ഗവൺമെൻറ് MTP ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ട്രിക്റ്റ് കണ്ടീഷൻസ് അനുസരിച്ച്, അതായത് പെൺകുഞ്ഞാന്ന് അറിഞ്ഞാൽ ഫീമെയിൽ ഫിറ്റിസൈഡ് പാടില്ല, അങ്ങനെ ഒരു കാരണം കൊണ്ടൊന്നും ഒരിക്കലും അബോർഷൻ ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ആക്ച്വലി സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് സ്കാനിങ് സെൻറ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതും ഈ ലോയിൽ വരുന്നതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് MTP. അപ്പോൾ എന്തിനായിരിക്കും MTP യൂസ് ചെയ്യുന്നത്? ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഡ്യൂ ടു കാഷ്വൽ ഇൻ്റർകോഴ്സ് ഓർ ഫെയിലിയർ ഓഫ് ദ കോൺട്രാസെപ്റ്റീവ് യൂസ്ഡ് ഡ്യൂറിങ് കോയിറ്റസ് ഓർ റേപ്സ്. സാധാരണഗതിയിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെങ്കിൽ മിക്കവാറും റേപ്പ് അങ്ങനത്തെ കേസസിലൊക്കെയാണ് അത് ചെയ്യുക. ദെൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ കേസസ് where continuation of pregnancy could be harmful to the mother or to the fetus or both. പിന്നെ ചില സ്പെഷ്യൽ മെഡിക്കൽ കണ്ടീഷൻസിലും ഇത് ചെയ്യാം. ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ അത് അമ്മയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞിനും അല്ലെങ്കിൽ രണ്ടുപേർക്കും ഹാംഫുൾ ആണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നൊരു വഴിയാണ് സ്വീകരിക്കുക. ഇൻ സച്ച് കേസസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇസ് ഡൺ. ഇറ്റ് ഈസ് ലീഗൽ. MTPs are safe during first trimester. ബട്ട് നോർമലി MTP ചെയ്യണമെങ്കിൽ ഒരു കാലാവധി ഉണ്ട്, അതിന് ശേഷം ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്താൽ അമ്മയ്ക്കും വളരെ ദോഷമായിരിക്കും. അപ്പോൾ MTP നോർമലി ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ MTP ചെയ്യണം. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ MTPs ഭയങ്കര റിസ്കിയാണ്. ദെൻ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് MTPs. മെജോറിറ്റി ഓഫ് ദ MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി. പലപ്പോഴും MTPs ഇല്ലീഗലിയാണ് ചെയ്യുന്നത്. ക്വാളിഫൈഡ് അല്ലാത്ത പല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുടെ അടുത്തും ചില മുറി വൈദ്യന്മാരുടെ അടുത്തും അങ്ങനെയൊക്കെ പോയിട്ട് MTPs ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പലപ്പോഴും ഒരു അൺഹൈജീനിക് പ്രാക്ടീസസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് ഈ അമ്മ തന്നെ മരണപ്പെട്ട കേസസും ഒക്കെ ഉണ്ട്. പിന്നെ ഒരിക്കലും പ്രഗ്നൻ്റ് ആവാത്ത കേസസും ഉണ്ട്. ഇങ്ങനെയൊക്കെ അൺക്വാളിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട്, ഡോക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അൺക്വാളിഫൈഡ് ആളുകളുടെ അടുത്ത് പോയിട്ട്. ദെൻ മിസ്യൂസ് ഓഫ് ആംനിയോസെൻറ്റസിസ് ടെസ്റ്റ് ഫോർ ദ ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ. ആംനിയോസെൻറ്റസിസ്, അമ്മയുടെ കുഞ്ഞിരിക്കുന്ന ആ റീജിയൻ പിന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റീജിയനാണ്. അതിൻ്റെ ഉള്ളിലാണ് കുഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് സിറിഞ്ചിൽ ഫ്ലൂയിഡിൻ്റെ ഒരു അംശം എടുത്ത് അത് ചെക്ക് ചെയ്താൽ കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് മിസ്യൂസ് ചെയ്തിരുന്നതുകൊണ്ട് ഫീമെയിൽ ഫീറ്റസ് ആണെന്ന് അറിഞ്ഞാൽ, ഫീമെയിൽ ആയിട്ടുള്ള കുഞ്ഞാണ് എന്നറിഞ്ഞാൽ അത് നശിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നോർമലി അത് ബാൻഡാണ് ഇവിടെ. ഇഫ് ദ ഫീറ്റസ് ഇസ് ഫീമെയിൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ MTP. അപ്പം അങ്ങനെയുള്ള കേസസിൽ MTP ചെയ്തിരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ലീഗലി അത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഇല്ലീഗലായ പല സ്ഥലങ്ങളിലും പോയിട്ട് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും ആ ചെറിയ അമ്മയ്ക്കൊക്കെ, ചെറിയ പ്രായത്തിലുള്ള ഒരു അമ്മയായിരിക്കും മിക്കവാറും അങ്ങനെ ചെയ്യുക, ഇല്ലീഗലി ചെയ്യുക. അവർക്ക് വളരെ ഡേഞ്ചറസ് ആണ് ഹെൽത്തിന്. ദെൻ വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ്? In this, some amniotic fluid of the fetus, fetusന്റെ amniotic fluid എടുത്ത്
taken to analyze the fetal cells analyze ചെയ്യാം. അത് കൂടാതെ അവിടെ ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസ് അനലൈസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇനി കുഞ്ഞിൻ്റെ ജെൻഡർ മാത്രമല്ല, കുഞ്ഞിൻ്റെ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതറിയാം. പിന്നെ സർവൈവബിലിറ്റി, കുഞ്ഞിൻ്റെ എത്ര കാലം ജീവിക്കാനുള്ള സാധ്യതയുണ്ട്, വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഈ ആംനിയോ സെൻറ്റസിസ് ടെസ്റ്റ് വഴി അറിയാൻ സാധിക്കും. സോ അങ്ങനെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ചെയ്യുന്ന ആ ടെസ്റ്റിനെയാണ് ആംനിയോ സെൻറ്റസിസ് എന്ന് പറയുന്നത്. Government of India enacted the Medical Termination of Pregnancy Amendment Act 2017. 2007 ഇതൊന്ന് അമെൻഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ. ടു റെഡ്യൂസ് ഇല്ലീഗൽ അബോർഷൻ ആൻഡ് കോൺസിക്വൻറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി. അപ്പോൾ ഇല്ലീഗൽ അബോർഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ടുണ്ട് ആക്ടിനെ. അതിന് കോൺസിക്വൻ്റ് ആയിട്ട് മെറ്റേണൽ മോർട്ടാലിറ്റിയും പിന്നെ അമ്മയ്ക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഒരു റിവൈസൽ ഉണ്ടായിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, എ പ്രഗ്നൻസി മേ ബി ടെർമിനേറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 12 വീക്സ് ഓൺ ദ ഒപ്പീനിയൻ ഓഫ് എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് 12 വീക്സിലും പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഒപ്പീനിയനോടെ, അറിവോടെ അല്ലെങ്കിൽ അഭിപ്രായത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇഫ് ദ പ്രഗ്നൻസി ഇസ് ബിറ്റ്വീൻ 12 to 24 വീക്സ്, 2 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മസ്റ്റ് ബി ഓഫ് ദ ഒപ്പീനിയൻ. അപ്പോൾ 12 to 24 ആഴ്ചയ്ക്ക് ശേഷമാണ് അത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ 2 മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഒരേ ഒപ്പീനിയൻ ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് റിവൈസ് ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2017 ഈ ആക്ടിനെ റിവൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദ നെക്സ്റ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, STDs. The diseases transmitted through sexual intercourse are called sexually transmitted diseases or infections. Normally venereal diseases, reproductive tract infections ഇതൊക്കെയാണ്. അതിൽ വരുന്ന കുറച്ച് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പലതും സ്കിൻ പ്രോബ്ലംസ്, വായിൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് കാണുക. സിഫിലിസ്, ദെൻ ഗൊണേറിയ, ഹെർപ്പിസ്, വാട്ട്സ്, ജെനിറ്റൽ ഹെർപ്പിസ്, ജെനിറ്റൽ റീജിയൻസിലാണ് ഇത് കാണുന്നത്. ദെൻ വാട്ട്സ്, ജെനിറ്റൽ റീജിയൻസിലും ഇവിടെയെല്ലാം കാണും, കഴുത്തിലൊക്കെ കാണാം. വാട്ട്സ് ഇതെല്ലാം STDs ആണ് കേട്ടോ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇനി എൻ്റെ എക്സാമ്പിൾസ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് HIV ആർ ഓൾസോ ട്രാൻസ്മിറ്റഡ്. ഇത് കൂടാതെ ഈ 2 ഡിസീസും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നോർമലി ട്രാൻസ്മിഷൻ, അസുഖം പകരുന്നതിൻ്റെ ഒരു കാരണം ബൈ ഷെയറിംഗ് ഓഫ് ഇഞ്ചക്ഷൻ നീഡിൽസ് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഒരാൾക്ക് ഇഞ്ചെക്ട് ചെയ്ത അതേ നീഡിൽ വേറെ ആൾക്ക് ഉപയോഗിക്കുമ്പോഴും ഇത് വരാറുണ്ട്. ദെൻ ബ്ലഡ്, ഒരാൾക്ക് രക്തം ദാനം ചെയ്യുന്ന സമയത്ത് ആർക്കാണോ അസുഖമുള്ള ആളിൽ നിന്ന് രക്തം കൊടുക്കണമെങ്കിൽ അതും അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അമ്മ ഇൻഫെക്റ്റഡ് ആണെന്ന് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ഈ അസുഖം സ്പ്രെഡ് ചെയ്യും. എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്പിസ് ആൻഡ് HIV, ഈ 3 എക്സെപ്റ്റ് ഹെപ്പറ്റൈറ്റിസ് B, ജെനിറ്റൽ ഹെർപ്പിസ് ആൻഡ് HIV, അതർ ഡിസീസസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അപ്പോൾ ഈ 3 ഒഴികെ ബാക്കിയുള്ള പറഞ്ഞ എല്ലാ STDസും കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്, പ്രൊവൈഡഡ് എന്തൊരു കണ്ടീഷൻ, ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി ആൻഡ് ട്രീറ്റഡ് പ്രോപ്പർലി. നേരത്തെ കണ്ടുപിടിക്കുക, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ ബാക്കിയുള്ള എല്ലാ STDസും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ സാധിക്കും. ഈ 3 പ്രോപ്പർ ഒരു മെഡിസിൻ ഇല്ല, ഒരു സിംറ്റംസ് ഒക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ സിംറ്റംസ് എന്തൊക്കെയാണ്? STDs, സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഏർലി സിംറ്റംസ് ആണ് ഇച്ചിങ്, ജെനിറ്റൽ റീജിയൻസിലൊക്കെ ഇച്ചിങ് ഉണ്ടാവുക, ചൊറിച്ചിൽ. ദെൻ ഫ്ലൂയിഡ് ഡിസ്ചാർജസ് ഉണ്ടാവും, ചെറിയ പെയിൻസ് ഉണ്ടാവും, അവിടെ സ്വെല്ലിങ്സ്, വീർമത ഇതൊക്കെ ഉണ്ടാവും. Then absence or less significant early symptoms and the social stigma deter the infected persons to consult a doctor. അപ്പോൾ ചില ആളുകളിൽ തുടക്കത്തിൽ സിംറ്റംസ് ഒന്നും അധികം അത്രയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ അവർക്ക് മടിയാണ്. കാരണം ഇങ്ങനൊരു പ്രശ്നമൊക്കെ പറഞ്ഞ്, അസുഖമൊക്കെ പറഞ്ഞ് കൺസൾട്ട് ചെയ്യാൻ. കാരണം സൊസൈറ്റി അങ്ങനെ ഒരാൾ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും ഒഴിവാക്കി നിർത്തുന്നത് കൊണ്ട് അങ്ങനെ കൺസൾട്ട് ചെയ്യുന്നത് പൊതുവേ കുറവാണ്. സോഷ്യൽ സ്റ്റിഗ്മ, സൊസൈറ്റിനെ ഭയന്നിട്ടാണ്, അത് സൊസൈറ്റി എന്ത് വിചാരിക്കുന്നത് ഭയന്നിട്ടാണ്. This leads to complications such as pelvic inflammatory disease. അപ്പോൾ തുടക്കം തന്നെ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, വീണ്ടും കോംപ്ലിക്കേഷൻസ് കൂടുകയുള്ളൂ. അപ്പോൾ പെൽവിക് റീജിയനിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടായി അബോർഷൻസ് ഉണ്ടാവാം. പ്രഗ്നൻ്റായ അമ്മമാരിൽ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാലും അബോർഷൻസിന് സാധ്യതയുണ്ട്. സ്റ്റിൽ ബർത്ത്, കുഞ്ഞ് ജനിക്കുമ്പോൾ മരിച്ച അവസ്ഥയിൽ ജനനം കൊടുക്കുക. ദെൻ എക്ടോപിക് പ്രഗ്നൻസീസ്, ട്യൂബൽ പ്രഗ്നൻസീസിനൊക്കെ യൂട്രസിൻ്റെ പുറമേ ഉള്ള സ്ഥലങ്ങളിൽ പ്രഗ്നൻസി ഉണ്ടാവാൻ സാധ്യത. ദെൻ ഇൻഫെർട്ടിലിറ്റി, പ്രോപ്പറായിട്ട് ജെനിറ്റൽ ഡിസീസസ് അല്ലെങ്കിൽ ഈ ഡിസീസസ്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാണ്. ദെൻ കൂടാതെ അവിടെ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് അത്യാവശ്യമാണ് കേട്ടോ. ദെൻ
പ്രിവെൻഷൻ എന്താണ് പ്രിവെൻഷൻ, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ് ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. അറിയാത്ത ആളുകളായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുക, കുറേ ആളുകളുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കുക. ഇതൊക്കെ അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ സഹായിക്കും. ദെൻ ഓൾവേസ് യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. കോണ്ടംസ് യൂസ് ചെയ്യുക. Then in case of doubt, go to a qualified doctor for early detection and get complete treatment. എന്തെങ്കിലും ഒരു സംശയമുണ്ട്, അസുഖം എനിക്ക് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സെക്ഷൽ റിലേഷൻഷിപ്പ് വെക്കുന്ന ആൾക്ക് അസുഖം ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓൾ പേഴ്സൺസ് ആർ വൾണറബിൾ ടു STDs. ആർക്കും എല്ലാവർക്കും ഈ അസുഖം വരാം. These are very high among persons in the age group 15 to 24. നോർമലി ഈ ഏജ് ഗ്രൂപ്പുകാരാണ് പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കലും ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അതായത് നിങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിലാണ് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഈ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളോ ഇച്ചിങ്ങോ ഒക്കെ നോർമലി ഉണ്ടായാൽ തന്നെ അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അതൊക്കെ അസുഖം സീരിയസ് അസുഖം ആവണമെന്നില്ല, പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലുതായി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഇൻഫെക്ഷൻ മാത്രം മതി, അതും റീപ്രൊഡക്റ്റീവ് ട്രാക്സ് ഇൻഫെക്ഷൻസ് ആവാം. അത് സെക്സ് റിലേറ്റഡ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ജെനിറ്റൽ റീജിയൻസിൽ ഉണ്ടായാലും ഉടനെ പ്രോപ്പറായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, മുറി വൈദ്യന്മാരെ കാണാതിരിക്കുക. ദെൻ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥ, ദാറ്റ് ഈസ് ഇൻഫെർട്ടിലിറ്റി. ജന്മം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. അത് അമ്മയ്ക്കും ഉണ്ടാവാം അച്ഛനും ഉണ്ടാവാം, രണ്ടുപേർക്ക് ആണിനും പെണ്ണിനും ഒരേപോലെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത്. ആണുങ്ങളിൽ സ്പേം കൗണ്ട്, സ്പേം മോട്ടിലിറ്റി കുറവ് ഇതൊക്കെ ഉണ്ടാവും. സ്ത്രീകളിൽ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കാതിരിക്കുക, അല്ലെങ്കിൽ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. സോ what is infertility? It is the inability to conceive or produce children even after 2 years of unprotected sexual cohabitation. അപ്പോൾ കുട്ടികൾ 2 വർഷം കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ടും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാം. The reasons for this may be physical, congenital diseases, drugs, immunological or even psychological. കുറേ റീസൺസ് ഇതിന് കാരണമാവാം. ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാനുള്ള കാരണം കുറേ റീസൺസ് ഉണ്ട്. ഒന്നുകിൽ അവർ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ജന്മന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ, പിന്നെ കഴിക്കുന്ന വല്ല മരുന്നുകൾ കൊണ്ട്, അതും അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുടെ വല്ല പ്രശ്നങ്ങൾ കൊണ്ട്, അതും അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ വരാം. ദീസ് ഡിസോർഡേഴ്സ് ക്യാൻ ബി ട്രീറ്റഡ് ഇൻ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്. അപ്പോൾ ഈ ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്സ് ആണ് ARTs, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഉപയോഗിച്ച് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ഇത് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ARTs അല്ലെങ്കിൽ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അതായത് റീപ്രൊഡക്ഷന് സഹായിക്കുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഗിഫ്റ്റ്, ഗാമേറ്റ്, എല്ലാത്തിനെയും ഷോർട്ട് ഫോമും ഫുൾ ഫോമും അറിഞ്ഞിരിക്കണം കേട്ടോ. ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ്. ദെൻ ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ദെൻ AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ദെൻ സറോഗസി. ദെൻ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, IVF, ടെസ്റ്റ് ടു ബേബി പ്രോഗ്രാംസ് ഒക്കെയാണ് വരിക. ഇതൊക്കെയാണ് കോമൺലി യൂസ് ചെയ്യുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നോർമലി ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഫെലോപ്പിയൻ ട്യൂബിലെ ആംബുള്ളറി ഇസ്തമിക് ജംഗ്ഷനിലാണ്. അതാണ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശരീരത്തിന് പുറത്ത് നടത്തുന്ന ആ ഫെർട്ടിലൈസേഷനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ എന്താ ചെയ്യുക? ഓവ ഫ്രം ദ വൈഫിൽ നിന്നുള്ള ഓവയും, അല്ലെങ്കിൽ വൈഫിന് ഓവ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ഡോണറിൽ നിന്ന് ഓവ നൽകുന്ന ഡോണർ ഉണ്ട്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണ പോലെ ഓവ നൽകുന്ന ഡോണേഴ്സ് ഉണ്ടാവും, അവരുടെ ഓവയും. ദെൻ സ്പേംസ്, ഹസ്ബൻഡിൻ്റെ സ്പേമിന് പ്രോപ്പർ മോട്ടിലിറ്റി കുറവാണ്, കൗണ്ട് കുറവാണെങ്കിൽ വേറൊരു ഡോണറിൽ നിന്നോ കളക്ട് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ കണ്ടീഷൻസ് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ അതിനെ ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതിനുശേഷം പുറത്തുനിന്ന് എംബ്രിയോനെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ET, എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്നു. ഇനി 2 തരത്തിൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്താം. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, സിഫ്റ്റും, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, IUT. അപ്പോൾ മെത്തേഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് പുറമേ നിന്ന് ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ട് ആ സൈഗോട്ടിനെ, എംബ്രിയോനെ ശരീരത്തിലേക്ക്, അമ്മയുടെ ശരീരത്തിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 2 മെത്തേഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്ന് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, സൈഗോട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്തെ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. രണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക്. എംബ്രിയോ ട്രാൻസ്ഫറിൽ, സൈഗോട്ട് ഇൻട്രോ ഫെലോപ്പിയൻ ട്രാൻസ്ഫറിൽ ട്രാൻസ്ഫർ ഓഫ് സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ്. നമ്മൾ എംബ്രിയോൻ്റെ ഓരോ സ്റ്റേജസ് കണ്ടപ്പോൾ
2 ബ്ലാസ്റ്റോമിയർ, 4, 8, 16 ഇതൊക്കെ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ 8 ബ്ലാസ്റ്റോമിയർ സ്റ്റേജിലുള്ള ഒരു എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ, ഫെലോപ്പിയൻ ട്യൂബിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ സിഫ്റ്റ് എന്ന് പറയും. സൈഗോഡ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. ഇനി ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറിൽ എങ്ങനെയാണ്? ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോസ് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ഇൻ ടു യൂട്രസ്. 8 ബ്ലാസ്റ്റോമിയസിൽ കൂടുതലുള്ള എംബ്രിയോനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ 2 തരത്തിലുള്ള എംബ്രിയോ ട്രാൻസ്ഫർ മെത്തേഡ്സ് ആണ്. രണ്ടും സ്പെസിഫിക് ആണ്. സിഫ്റ്റിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 8 എംബ്രിയോ വരെയുള്ള 8 ബ്ലാസ്റ്റോമിയസ് വരെയുള്ള എംബ്രിയോനെ ട്രാൻസ്ഫർ ചെയ്യാം. IUT-ൽ യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയസ് ഉള്ള കേസസിലാണ് ആ മെത്തേഡ് യൂസ് ചെയ്യാം. Embryos formed by in vivo fertilization is also used for such transfer to assist those females who cannot conceive. അപ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിലുള്ള എംബ്രിയോസിനെ മാത്രമല്ല, ഇൻ വൈവോ ഫെർട്ടിലൈസേഷനിൽ ഒരു ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ നടന്ന ആ എംബ്രിയോനെ വരെയും ഈ കാലഘട്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഈ മെത്തേഡിൽ. Then what is gamete intrafallopian transfer? Transfer of an ovum from a donor into the fallopian tube of another female who cannot produce ovum but can provide suitable environment for fertilization and development. അപ്പോൾ ഓരോ പ്രശ്നത്തിനും അനുസരിച്ചാണ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് എന്ന മെത്തേഡ് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു അമ്മ, ഒരു സ്ത്രീക്ക് അവർക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഓവം വേറെ ഡോണറിൽ നിന്ന് എടുത്ത് ഈ അമ്മയുടെ, ഈ സ്ത്രീയുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് കൊടുക്കുന്നു. അവിടെ പക്ഷേ ഈ സ്ത്രീക്ക് എന്ത് സാധിക്കണം? അവർക്ക് ഫെലോപ്പിയൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഫെർട്ടിലൈസേഷൻ എൻവയോൺമെൻറ്റും ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അവിടെ യൂട്രസ് സാധിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ ബാക്കി എല്ലാ കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ അവരിൽ ഗാമേറ്റ്, അതായത് ഓവം പുറമേ വേറെ ഡോണറിൽ നിന്ന് വാങ്ങിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞാൽ പ്രോപ്പർ കണ്ടീഷൻസിൽ, ലബോറട്ടറി കണ്ടീഷൻസിലാണ് ഇതെല്ലാം ചെയ്യുക. Then intracytoplasmic sperm injection. It is a laboratory procedure in which a single sperm from male partner is injected directly into an egg from the female partner. അപ്പോൾ ഒരു ലബോറട്ടറിയിൽ ഒരു മെയിൽ പാർട്ട്ണറിൻ്റെ സ്പേം എടുത്ത് ഫീമെയിൽ പാർട്ട്ണറെ എഗ്ഗിലേക്ക് ഡയറക്റ്റ്ലി ഇൻജെക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ചെയ്ത് അവിടെ ഫെർട്ടിലൈസേഷൻ പുറമേ ചെയ്യുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എംബ്രിയോ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ടു ദ വിമൻസ് യൂട്രസ്. വിമൻ്റെ യൂട്രസിലെ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നു. അതാണ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. സൈറ്റോപ്ലാസത്തിലേക്ക് നോർമലി സ്പേം കയറിയാൽ എങ്ങനെയാണോ ഓവത്തിൻ്റെ ഉള്ളിൽ വരുന്നത് അതേപോലെ തന്നെ ഇഞ്ചെക്ട് ചെയ്ത് പുറമേ നിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു. പുറത്ത് വെച്ചിട്ടാണ്, ലബോറട്ടറിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എംബ്രിയോനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, AI. ദ സെമൻ കളക്റ്റഡ് ഫ്രം ഹസ്ബൻഡ്, അതായത് സെമൻ പുറമേ നിന്ന് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്ന് കളക്ട് ചെയ്ത് ആർട്ടിഫിഷ്യലി വജൈനയിലേക്കും യൂട്രസിലേക്കും കൊടുക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇൻ ടു ദ യൂട്രസ് ഇസ് നോൺ ആസ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. യൂട്രസിലേക്കാണ് കൊടുക്കണമെങ്കിൽ അതിനെ IUI എന്നറിയപ്പെടുന്നു. ദിസ് ടെക്നിക് ഈസ് യൂസ്ഫുൾ ഫോർ ദ മെയിൽ പാർട്ട്ണർ ഹാവിംഗ് ഇൻഎബിലിറ്റി ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ ഓർ ലോ സ്പേം കൗണ്ട്. സാധാരണഗതിയിൽ ഒരു ഹസ്ബൻഡും വൈഫിലും ഹസ്ബൻഡിന് പ്രോപ്പർലി ഇൻസെമിനേഷൻ അല്ലെങ്കിൽ സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, സ്പേം കൗണ്ട് കുറവാണെങ്കിൽ ആ കേസസിലാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ടെക്നിക്സും യൂസ് ചെയ്യുന്നത് എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ ഡിസൈഡ് ചെയ്യുക ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ദെൻ സെറോഗസി. സെറോഗസി നമുക്കറിയാം, കുഞ്ഞിന് ഗർഭപാത്രം നമ്മൾ വാടകയ്ക്ക് എടുക്കുക. ഹിയർ എ വുമൻ ബെയേഴ്സ് എ ചൈൽഡ് ഫോർ എ കപ്പിൾ അൺഎബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ. അപ്പോൾ ഒരു അമ്മയുടെ ഒരു ഹസ്ബൻഡും വൈഫിന് ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ കൊള്ളാൻ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ ഒരു വാടക ഗർഭപാത്രം എടുക്കുന്നു. ദറ്റ് ഈസ് സറോഗേറ്റ് മദർ എന്ന് അവർ പറയാം. അപ്പോൾ അതാണ് സറോഗസി എന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ആ കേസിൽ വൈഫ് ഒന്നുകിൽ ഇൻഫെർട്ടൈൽ ആവും, അല്ലെങ്കിൽ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഡിസീസോ പ്രശ്നങ്ങളോ ഉണ്ടാവും. ആ കേസസിൽ പുറമേ ഒരു ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നു. ദ സറോഗേറ്റ് ഈസ് ഇംപ്രഗ്നേറ്റഡ് ത്രൂ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അപ്പോൾ പുറമേ ഇതിന് തയ്യാറായ ഒരു സ്ത്രീയെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനോ അല്ലെങ്കിൽ പുറമേ ലബോറട്ടറിയിൽ എംബ്രിയോ ഫോം ചെയ്ത് ഇംപ്ലാന്റേഷനോ ഒക്കെ ചെയ്ത് പ്രഗ്നൻ്റ് ആക്കുന്നു. എന്നിട്ട് അവർ കുഞ്ഞിന് ജന്മം നൽകി ഇവർക്ക് കൊടുക്കുന്നു. അത് പ്രോപ്പർ ലീഗൽ കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യുക. ദെൻ എന്താണ് ARTയുടെ പ്രോബ്ലംസ്? ഇറ്റ് റിക്വയേഴ്സ് ഹൈ പ്രിസിഷൻ ഹാൻഡ്ലിംഗ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ.
Therefore, these facilities are available only in very few centers. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നോർമലി ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അപ്പോൾ ഇനി ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. ലബോറട്ടറിയിൽ അത് ശരീരത്തിന് പുറത്തൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ, അല്ലെങ്കിൽ അകത്തേക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ഹൈ പ്രിസിഷൻ ഹാൻഡ്ലിങ്, വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സ് ആണ്. ശരിക്കും സ്പെഷ്യലൈസ്ഡ് ആയ പ്രൊഫഷണൽസിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല അഡ്വാൻസ്ഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് സെൻറ്റേഴ്സിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതൊരു പ്രോബ്ലമാണ്. അതുകൊണ്ട് എല്ലാവർക്കും, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇത് പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് വ്യാപകമായിട്ടുണ്ട് ഇങ്ങനത്തെ സെൻറ്റേഴ്സ്. ദെൻ ഇമോഷണൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഉണ്ടാവാം. വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിന്നെ റിലീജിയൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യം. പിന്നെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, നമുക്ക് കുഞ്ഞിലെ വേറെ ആളുടെ നിന്ന് സ്വീകരിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ ARTയുടെ പ്രോബ്ലംസ് ആണ്. ആൻഡ് ലീഗൽ അഡോപ്ഷൻ, ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ അഡോപ്ഷൻ ആണ്. കുഞ്ഞില്ലെങ്കിൽ ലീഗലായിട്ട് ഒരു അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം. So this is the end of the chapter.